വന്നേ. നമ്മൾ തമ്മിൽ എന്തിനായി ഫോർമാലിറ്റി? ഇതങ്ങോട്ട് പിടിക്കും. അയ്യോ, ഞാൻ കുഞ്ഞിനെ അറിയാമല്ലോ. അറിയാം, വളരെ രഹസ്യമായിട്ടേ ഉള്ളൂന്നറിയാം. എന്നെ വിളിപ്പിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാവാം. വിരോധമൊന്നും തോന്നരുത്. ഇത്രയും കാലം അമ്മാവന് വേണ്ടി കോട്ടിട്ട് നടന്നിട്ട് കുഞ്ഞിക്കുട്ടൻ നായർ എന്ത് സമ്പാദിച്ചു? 3 നേരം ആഹാരത്തിന് മുട്ടുണ്ടായിട്ടില്ല. അതുപോരാ, കുഞ്ഞ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യം. അതിന് ചേട്ടൻ എന്നോട് സഹകരിച്ച് കൂടെ നിൽക്കും. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ നന്നായിരുന്നു. കണ്ടില്ലെങ്കിൽ മേനോൻ സാർ അന്വേഷിക്കും. ക്കാരെക്കാളും തിന്നുന്ന ചോറിന് നന്ദി നായ്ക്കൾക്കുണ്ടാകുമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ട്. എടോ നായരെ, ഓന്തോടിയ വേലിക്കലോളം കുഞ്ഞ്. മേനോൻ സാറിന്റെ സ്വത്തുക്കൾ മാത്രമേ കുഞ്ഞ് കണ്ടിട്ടുള്ളൂ. 9 ജന്മം എടുത്താലും ആ മനസ്സിന്റെ വലിപ്പം കാണാൻ കഴിയില്ല. ഒരു തുണ്ട് ചരൽമണ്ണും ഒരു തൂമ്പായും മാത്രം കയ്യിലുണ്ടായിരുന്ന പ്രഭാകര മേനോനെ കണ്ടിട്ടുണ്ട് ഞാൻ. കുഞ്ഞിന്റെ അമ്മയും കുടുംബക്കാരും വലിച്ചെറിഞ്ഞ പ്രഭാകര മേനോനെ. തന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല ഞാൻ. എങ്കിലും പറയാം, 35 കൊല്ലായി. അവസ്ഥയിലെത്തുമ്പോ അച്ഛനെ മാറുന്നവരുടെ കാല. കോടീശ്വരനാകും തോറും കൂടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു എന്നെ. കോട്ടിടാൻ പറഞ്ഞു, കിട്ടു. ടൈ കെട്ടാൻ പറഞ്ഞു, കെട്ടി. ഇനി കോണം കൊടുത്ത് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷെ അത് മേനോൻ സാറേ പറയാവുള്ളൂ. വേറൊരുത്തം പറയുന്ന ഒരു കാലം വന്നാൽ അന്നിതൊരു കുരുക്കാക്കും കുഞ്ഞിക്കുട്ടൻ നായർ. സോഫി, വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് സോഫിയോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. സോഫിക്ക് അന്വേഷിക്കാനോ സമ്മതം വാങ്ങാനോ ആരുമില്ലെന്ന് എനിക്കറിയാം. എനിക്കും അത് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് സോഫിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാനെന്തിനു വളർത്തി കെട്ടണം? നോക്ക്, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ നമ്മുടെ വിവാഹം. അത് ശിവ മാത്രം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. സോഫിയും കൂടെ തീരുമാനിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എങ്കിൽ ഇനി കാത്തുനിന്ന് സമയം കളയണമെന്നില്ല. സോഫി, മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. ലുക്ക്, കാലാകാലവും ആ സച്ചിദാനന്ദൻ കാവലിനുണ്ടാവുന്ന തോന്നൽ കൊണ്ടാണോ നിന്റെ നാവ് പൊങ്ങിയത്? വിളക്കിന് ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റയുടെ ജന്മമാണ് അവന്റേത്. അത് കരിഞ്ഞു തീരാൻ അധിക നേരം വേണ്ടിവരില്ല. തോൽക്കാൻ പോകുന്ന ഭാഗത്ത് സൈന്യാധിപനാകുന്നതിനേക്കാൾ നല്ലത് ജയിക്കാൻ പോകുന്ന സൈന്യത്തിൽ വെറും പടയാളിയാകുന്നതാണ്. സോഫി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നും ആലോചിക്കുക. തീരുമാനത്തിനായി ഞാൻ കാത്തിരിക്കും. എനിക്കൊന്നും ആലോചിക്കാനില്ല. എന്നെ കാത്തിരിക്കുകയും വേണ്ട. നിന്നെ സൗകര്യമായിട്ടൊന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിളിച്ചാൽ ഞാൻ ബംഗ്ലാവിലേക്ക് വരുമായിരുന്നല്ലോ. ആഹാ, ഇപ്പൊ എങ്ങോട്ടാണോ തയ്യാറെടുപ്പ്? മേനോ സാറിന് ആഹാരം കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് പോവാണ്. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തോളൂ. അങ്ങേരെ ഒന്ന് സേവിക്കാൻ ഒരുങ്ങിയിരിക്കുക ഈ അനന്തരവൻ. നമ്മൾ ബുദ്ധിമുട്ടണമെന്നില്ല. ശിവൻ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കും, പ്ലീസ്. പോരാ. പിന്നെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണം. അതും പോരാ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം. എന്താ? ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്ക് നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. നീ പോവും. വന്ന് വീണയിടത്ത് ജീവിതം കൊണ്ടൊരു അടയാളം വെക്കാൻ വിധി പറഞ്ഞു. ശിവനല്ല, സാക്ഷാൽ ഈശ്വരൻ നിലത്തിറങ്ങി കൽപ്പിച്ചാൽ പോലും പോവില്ല ഈ സച്ചിദാനന്ദൻ. അപ്പൊ കിളവൻ നിനക്കെന്തോ എഴുതി തന്നു കഴിഞ്ഞു. എനിക്കല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദന്റെ ജീവിതം. അനുഭവിക്കാൻ എന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ, അന്തിക്കൂട്ടിന് ഞാൻ ആശിച്ച പെണ്ണും ഉറപ്പിക്കില്ല നിന്നെ ഞാൻ.
ഒന്നും മേനോ സാർ അറിയരുത്. കുട്ടിക്കായോട് നാരായണനോടും പറയണം. നേരാ, അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിക്കും എന്നൊക്കെ പറയും. എന്റെ തിരിച്ചുപോക്ക് ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടും ഈ മല ഇറങ്ങാൻ എനിക്ക് സമയം തന്നില്ല. എല്ലാവരെയും അറിയിച്ചു. അതുകൊണ്ട് സച്ചി നഷ്ടപ്പെട്ടില്ലല്ലോ. ആർക്കാ? മേനോൻ സാറിന്. എന്ത് പറ്റി? ശിവൻ ഇങ്ങനെ തല്ലാനും കൊല്ലാനും വന്നാൽ പേടിയുണ്ടോ സോഫിക്ക്? സച്ചിയെ കുറിച്ച്. എന്നെ കുറിച്ചോ? ഞാൻ നടന്നു വന്ന വഴികൾ അറിയാഞ്ഞിട്ടാ. അറിയാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ മാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, പറഞ്ഞാൽ അറിയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. ആരോടും പറയാം. തലമുറകളായി മഹാന്മാരായ സംഗീത വിദ്വാൻമാരുടെ ജന്മം കൊണ്ട് പേരുകെട്ട പത്താംപുരയ്ക്കൽ തറവാട്. സർവപ്രതാപങ്ങളും ആ തറവാട്ടിൽ നിന്ന് അന്യമായി അകന്നു പോയിക്കൊണ്ടിരുന്ന കാലം എന്റെ കുട്ടിക്കാലം. സംഗീത സാഗരത്തിന്റെ ആഴങ്ങളിൽ മുത്തും പൗഴവും കണ്ടെത്തിയ മഹാനായ സംഗീതജ്ഞനായിരുന്നു എന്റെ അച്ഛൻ ബാലകൃഷ്ണൻ ഭാഗവതർ. പക്ഷെ തോരാത്ത കണ്ണീരുമായി അദ്ദേഹത്തെ കാത്തിരുന്ന എന്റെ അമ്മയെ കണ്ടെത്താൻ, മനസ്സിലാക്കാൻ അച്ഛന് സാധിച്ചില്ല. ഒരു കരിന്തിരി നാളത്തിന്റെ ഓർമ്മയാണ് എന്നും എനിക്കെന്റെ അമ്മ. ചേരാതെ പോയ ശ്രുതിയും താളവും പോലെ രണ്ട് ജന്മങ്ങൾ. സുശീലേ, കഥവെക്കാൻ. തെക്കേടത്ത് സർപ്പക്കാവില് ഒറ്റയാൾ തറയിൽ കിടക്കുക. എണ്ണവും കണക്കുമില്ലാത്ത സർപ്പങ്ങളുള്ള കാവാണി. കുടിച്ച് അശുദ്ധമായി നേരം കെട്ട നേരത്ത് അവിടേക്ക് പോയി കിടന്ന എന്താ സ്ഥിതി? കുറ്റത്തോളം ചൂട്ട് കാണിച്ചെന്ന് വെച്ച് പുതുക്കി കയറി ഭരിക്കണ്ട. പോവാം. ആരോടുള്ള പക തീർക്കാനാണാവോ ഈ പോക്ക്? സരസ്വതിയും ലക്ഷ്മിയും ഒപ്പം കുടിയിരുന്ന തറവാട് ആയിരുന്നു. സംഗീതവും സമ്പത്തും ഉണ്ടായിരുന്നു പത്താംപുരയ്ക്ക് തറവാട്ടില്. സമ്പത്ത് നേരത്തെ പടിയിറങ്ങി. ഇത്തിരി സംഗീതമുണ്ട് ബാലകൃഷ്ണന്റെ കയ്യിൽ. ഏറ്റുവാങ്ങാൻ പരമ്പര എവിടെ? നീ പെറ്റുപോട്ടുന്നല്ലോ ഒരു സന്തതിയെ. സംഗീതം എന്ന് കേട്ട നെറ്റിച്ചുളിയണം നിനക്ക് പൊട്ടിയ മുളയല്ലേ? എങ്ങനെ വന്നവനാ? എന്നെ പറഞ്ഞോളൂ, എനിക്ക് വായിക്കരിയിടോളം പറഞ്ഞോളൂ. ഒന്നും അറിയാതെ പിറന്നുപോയ നമ്മുടെ കുട്ടി എന്തിനാ ശവിക്കണം? വംശത്തിന്റെ തായ്വേര് കരിയണത് കണ്ടു നിൽക്കണോ ഞാൻ? എന്നോട് കത്തിത്തീരണോ പത്താംപുരയ്ക്കിലെ സംഗീതം? ഇവിടുത്തെ സർവ്വ ഐശ്വര്യങ്ങളും നാൾക്ക് നാൾ വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ വന്ന് കയറിയിട്ടുള്ളൂ. എന്നിട്ടും മുടിഞ്ഞില്ലേ? ചേരില്ല. ചേരാത്തതൊരിക്കലും ചേരില്ല. പിതൃക്കളുടെ ശാപം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എനിക്കെന്റെ താളം തേടിപ്പോയേ തീരൂ. അച്ഛനെന്ന സ്തുതിക്ക് താളമാവാൻ സാധിച്ചിരുന്നില്ല എന്ന തെറ്റ് മാത്രമേ എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആ അമ്മ പെറ്റ മകനായതുകൊണ്ട് എന്നെയും അവജ്ഞയോടെ അച്ഛൻ അകറ്റി നിർത്തി. ഒരിക്കൽ ഇറങ്ങിപ്പോയ അച്ഛൻ വന്നില്ല. പിന്നെ ആരോ പറഞ്ഞു നഗരത്തിലുള്ള പ്രശസ്ത നർത്തകിയായ മീരാ നായരോടൊപ്പം ജീവിക്കുകയാണെന്ന്. അച്ഛനും മീരാ നായരും ശ്രുതിയും താളവുമായി ചേരുകയായിരുന്നു. അധികകാലം പിന്നെ അമ്മ ജീവിച്ചിരുന്നില്ല. ഭൂമിയിലെ അനാഥരുടെ പട്ടികയിൽ
എന്റെയും സിന്ധുമോളുടെയും പേരെഴുതപ്പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് സിന്ധുമോൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്റെ ജീവിതം. കാറ്റിന്റെ ഗതി അനുസരിച്ച് പറന്ന് നടക്കുന്ന ഒരപ്പൂപ്പൻ താടിയെപ്പോലെ ഒരുപിടി ന്യായമായ സങ്കല്പങ്ങളുമായി ഇന്നും തീരാ കലച്ചു. ഒരിക്കൽ കാലിനെ പോലെ കണ്ടിട്ട് ഇപ്പോഴെന്തിനാ കണ്ണ നനഞ്ഞത്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും എന്തോ ഒന്ന് അല്ലേ? എന്താടോ കള്ളമായത്? തന്റെ ഫ്യൂസ് പോയോ? 10 തെറി കേൾക്കാഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പറയാഞ്ഞിട്ട് എനിക്കും. താൻ എവിടെ ഇരിക്കേ? എടോ താൻ കീരി കണ്ടോ? ഈടോ വേണ്ട, ഞാൻ ഓഫീസിൽ പോയിരുന്നോളാം. ഇരിക്കാൻ. ഞാൻ എന്താ പറഞ്ഞത്? ഇരിക്കാൻ അല്ല, കീരി. ആ കണ്ടോണ്ടേ. പാമ്പിനെയോ? കണ്ടിട്ടുണ്ട്. രണ്ടിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? എന്റെ ഈശ്വര, എന്ത് കഷ്ടമായത്. എനിക്ക് ഇതിനൊക്കെ എവിടെയാ സമയം? കണ്ടിട്ടില്ല. കാണണം. രണ്ടും ആജീവനാന്ത ശത്രുക്കളാണ്. തമ്മിൽ കണ്ടാൽ ഒന്നൊന്നിനെ കുടിക്കും. എന്നാൽ ഇതേ കീരിയും പാമ്പും സ്നേഹമായിട്ട് കഴിയുന്നു എന്ന് വെച്ചാൽ അതത്ഭുതം. ഞാനിത് കണ്ടിടൂ. എന്താ എനിക്ക് വലിയ മനസ്സിലായി. കീരിയുണ്ട്, പാമ്പുണ്ട്. അവര് തമ്മിൽ പണ്ടേ ശത്രുതയുണ്ട്. ഈ അടുത്ത കാലത്ത് അത് തീർന്നു. മേനോ സാർ അത് കണ്ടു. ഇനിയിപ്പോ അത് എന്നെ കൂടി കൊണ്ടുവന്ന് കാണിക്കും. വലിയ കാര്യം. എന്ത് ശാസ്ത്രവും പഠിച്ചു. എന്റെ ഈശ്വര, കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിലതൊക്കെ കാണണം. ഒരു കീരിയും പാമ്പും പരസ്പരം കണ്ണിൽ കണ്ണി നോക്കി ചിരിക്കുക, അടക്കി പിടിച്ച് സംസാരിക്കുക, കീരിക്ക് പാമ്പ് ഭക്ഷണം വിളമ്പി കൊടുക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതേ, ഈ പനി വരുമ്പോഴും ശരീരത്തിന് ക്ഷീണമുള്ളപ്പോഴും കണ്ണടച്ചു കിടന്ന ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോ പിച്ചും പയ്യും ഒക്കെ പറയും. ഗുളിക എടുക്കട്ടെ? ഗുളിക തന്റെ ഒരു വിവരം കേട്ട നായരെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. സൂഫിയുടെയും സച്ചിയുടെയും കാര്യം. ഈ വയസ്സുകാലത്ത് ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? സത്യത്തിൽ അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ?